ശരത്ത് നേരത്തെ ഈ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര അന്ന് അവിടെ കണ്ടുനിന്നവർ ഈ യാത്രക്കൊപ്പം ചേരുകയായിരുന്നു. ഒരാളും കുറഞ്ഞിട്ടില്ല. ആ സാഗരം, ആ ജനസാഗരം, ആ ജനസഞ്ചയം അങ്ങനെ ശക്തിയാർജിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിലാപയാത്ര കാണാൻ എത്തിയവരൊക്കെ തന്നെ ആ വിലാപയാത്രയുടെ ഭാഗമായി മാറുന്ന അത്യപൂർവമായ കാഴ്ച. എന്തൊരു വീരോചിതമായ മടക്കം, എത്ര വിസ്മയ ജീവിതം, എത്ര ധന്യമായ ജീവിതം. ഒരു വീരോചിത മടക്കം ഒരു വിപ്ലവകാരിക്ക്, ഒരു ജനകീയ നായകന്, ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഏറ്റവും മഹാനായ വിപ്ലവകാരിക്ക് നൽകുന്ന വീരോചിതമായ മടക്കം വിട്ടുപോകാൻ കഴിയുന്നില്ല വി എസിനെ. അത് തന്നെയല്ലേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിയമസഭാ മന്ദിരം കടന്ന് PMGയിലേക്ക് എത്തുകയാണ് വി എസിന്റെ വഹിച്ചുള്ള വിലാപയാത്ര. ആ ജനസഞ്ചയം, അതിന്റെ ശക്തി, അതിലെ ആളുകളുടെ എണ്ണം അങ്ങനെ അങ്ങനെ കൂടി വരികയാണ്. അതെ 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 സിജു പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം എത്തുന്ന 82-ാം വയസ്സിലാണ്. 82-ാം വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, 84-ാം വയസ്സിൽ ശബരിമലയിലേക്ക് കഴിഞ്ഞത് ഇന്നലെയൊക്കെ എല്ലാവരും അനുസ്മരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. 3 മണിക്കൂർ എടുത്ത് മല കയറി സന്നിധാനത്തെത്തി അവിടെ എത്തുകയും അങ്ങനെ എവിടെയെല്ലാം കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കടന്നു ചെല്ലാനും സമരനായകനായിട്ടും ഭരണാധികാരിയായും കടന്നു ചെന്ന വി എസ് ഉണ്ട്. ആ വി എസിൻ്റെ ഭരണ കേന്ദ്രമായിരുന്നു നിയമസഭ എന്നുള്ളത്, നിയമസഭാ മന്ദിരം എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലും അങ്ങനെ ആ വി എസിന് സ്വാഭാവികമായും ആവേശകരവും അതേസമയം വികാരപരവുമായിട്ടുള്ള യാത്രയപ്പാണ്. ഇപ്പോൾ നോക്കാം, ആളുകളൊക്കെ, സ്ത്രീകൾ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്. അവസാനമായി വി എസിനെ ഒരു നോക്ക് കാണുവാനും പറ്റും. PMGയിലേക്ക് സിജു ഇപ്പോഴും പറയേണ്ടത് PMGയിലേക്ക് എത്തുന്നു എന്നാണ്. നിയമസഭാ മന്ദിരം കടന്ന് PMGയിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശരത്ത്, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വി എസ് ആരായിരുന്നു, വി എസിനെ ജനങ്ങൾ എങ്ങനെയാണ് നെഞ്ചേറ്റിയത്, വി എസ് എന്ന സമരനായകൻ എങ്ങനെയാണ് വിട നൽകേണ്ടത്. അതെല്ലാം ഇപ്പോൾ കേരളം തലസ്ഥാന നഗരി കാണിച്ചു തരികയാണ്. 27 കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ 27 കേന്ദ്രങ്ങളിലാണ് വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസരമൊരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ പാളയം കഴിഞ്ഞു ആദ്യ കേന്ദ്രം. 2ാം കേന്ദ്രമായ PMGയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നു. നിരവധി ആളുകളാണ്. അതിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, പാർട്ടി നേതാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, വൃദ്ധന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വനിതകളുണ്ട്. എല്ലാവർക്കും അവരവരുടെ മേഖലകളിൽ ഓരോ മുദ്രകൾ അടയാളപ്പെടുത്തിയാണ് വി എസ് കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷയ്ക്കായി ഏറ്റവും അധികം നിലപാടെടുത്ത, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലപാടുകളെടുത്ത, നിയമനിർമ്മാണം നടത്തിയ വി എസ് എന്ന ഭരണാധികാരി, വി എസ് എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി, വി എസ് എന്ന പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം, വി എസ് എന്ന LDF കൺവീനർ, വി എസ് എന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, വി എസ് എന്ന ട്രേഡ് യൂണിയൻ നേതാവ്, വി എസ് എന്ന പുന്നപ്രവയലാർ സമര നായകൻ, വി എസ് എന്ന കയർ തൊഴിലാളി നേതാവ്, വി എസ് എന്ന കർഷക തൊഴിലാളി യൂണിയൻ നേതാവ്, അങ്ങനെ കേരളം ആധുനിക കേരളമായി മാറിയത് വി എസിൻ്റെ ചരിത്രത്തിനൊപ്പമാണ്. വി എസിനൊപ്പം നടന്ന കേരളം, കേരളത്തിനൊപ്പം നടന്ന വി എസ്. അങ്ങനെ തന്നെയാണ് കേരളത്തെ വിലയിരുത്തേണ്ടത്. സ്വാതന്ത്ര്യസമരകാലത്ത് സ്വാതന്ത്ര്യസമര സേനാനിയായ വി എസ്, ദിവാൻ സർ CP-യുടെ ദുഷ്പ്രഭുത്വത്തിനെതിരെ, ദുഷ്ഭരണത്തിനെതിരെ വെടികുണ്ടകൾക്ക് നേരെ വെരിമാറ് കാട്ടി നിന്ന വി എസ്, പുന്നപ്രവയലാർ സമരനായകൻ, ആലപ്പുഴയുടെ വീരപുത്രൻ, കേരളത്തിന്റെ സമരനായകൻ, രണധീരൻ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ തടിച്ചുകൂടുകയാണ് അനേകായിരങ്ങൾ പാതയുടെ ഇരുവശങ്ങളിലും.